നമസ്കാരം. ആയുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെയുള്ള കുംഭമാസത്തിൽ കുംഭക്കൂറുകാരായ അവിട്ടം 3, 4 പാദക്കാർ, ചതയം, പൂരുരുട്ടാതി ആദ്യ 3 പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിലാദ്യം കുംഭമാസത്തിലെ ഗ്രഹനില പരിശോധിക്കാം. കുംഭമാസത്തിൽ കുംഭക്കൂറുകാർക്ക് സൂര്യനും ബുധനും ജന്മത്തിലും, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ 12, 1 എന്നീ ഭാവങ്ങളിലൂടെയും, ശനി ധനഭാവത്തിലും, രാഹു ജന്മത്തിലും, കേതു 7-ലും, വ്യാഴം 5-ലും സഞ്ചരിക്കുന്നു. കുംഭക്കൂറുകാർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. നിലവിൽ കുംഭക്കൂറുകാർക്ക് സൂര്യൻ ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതിനാൽ ജോലി സ്ഥലത്തോ സാമൂഹികമായ കൂട്ടായ്മകളിലോ നേതൃസ്ഥാനം ഏറ്റെടുക്കാനുള്ള അവസരങ്ങൾ വന്നുചേരാം. വെല്ലുവിളികളെ നേരിടാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും. കഠിനാധ്വാനത്തിലൂടെ തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കും. സർക്കാർ സംബന്ധമായ ജോലികൾക്കായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നിയമപരമായ പ്രശ്നങ്ങളിൽ വ്യക്തത വരികയും ചെയ്യും. ഭരണമാറ്റത്തിന്റെ ഭാഗമായി രാഷ്ട്രീയത്തിലോ ഭരണരംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങളും പദവികളും ലഭിക്കാൻ സാധ്യതയുണ്ട്. PhD ചെയ്യുന്നവർക്കും ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ ഗ്രഹസഞ്ചാരം മികച്ച ഫലങ്ങൾ നൽകും. ജ്യോതിഷം, മനഃശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ളവർക്ക് പുതിയ അറിവുകൾ നേടാൻ സാധിക്കും. പ്രശ്നങ്ങളിൽ അപ്രതീക്ഷിതമായ ഉൾക്കാഴ്ചകൾ ഈ സമയത്ത് ലഭിക്കാറുണ്ട്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പാരമ്പര്യ സ്വത്തുക്കളോ ധനമോ അപ്രതീക്ഷിതമായി നിങ്ങളുടെ പേരിൽ വരാൻ സാധ്യതയുള്ള സമയമാണിത്. ഇൻഷുറൻസ് തുകയോ പഴയ നിക്ഷേപങ്ങളോ തിരികെ ലഭിച്ചേക്കാം. മറ്റുള്ളവരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാനും നിങ്ങളുടെ വാക്കിന് വില ലഭിക്കാനും ഈ സമയം സഹായിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സമൂഹത്തിൽ നിങ്ങൾക്ക് ബഹുമാനം നേടിക്കൊടുക്കും. സൂര്യൻ 1-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പിത്തസംബന്ധമായ അസ്വസ്ഥതകളോ നേരിയ തലവേദനയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ അമിതമായ ദേഷ്യം വരാതെ നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ്. മാത്രമല്ല, ഇവർക്ക് അനാവശ്യമായി ഒരുപാട് യാത്ര ചെയ്യേണ്ടതായും യാത്രാ ദുഃഖം അനുഭവിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകും. ആദിത്യ ഹൃദയം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് സൂര്യദോഷങ്ങൾ മാറ്റി മനസ്സിന് ശാന്തിയും ശരീരത്തിന് ആരോഗ്യവും നൽകും. ആദിത്യ ഹൃദയ മന്ത്രം നമ്മുടെ ചാനലിൽ ഉണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മന്ത്രം നോക്കി വായിക്കാനും സാധിക്കുന്നതാണ്. കുംഭക്കൂറുകാർക്ക് ശുക്രൻ കുംഭമാസത്തിൽ 12-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ധനപരമായി വളരെയധികം മെച്ചമുണ്ടാകും. എങ്കിലും മറ്റു കാര്യങ്ങളിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ശുക്രൻ 12-ൽ നിൽക്കുമ്പോൾ ശയനസുഖം വർദ്ധിക്കും. നല്ല ഉറക്കം, മികച്ച ആഹാരം, സുഖപ്രദമായ താമസ സൗകര്യം എന്നിവ ലഭിക്കാൻ ഈ കാലയളവ് സഹായിക്കും. ശുക്രൻ 12-ൽ നിൽക്കുമ്പോൾ കലകളിലും എഴുത്തിലും ഏർപ്പെടാൻ താല്പര്യം ജനിക്കും. ഇത് മാനസികോല്ലാസം നൽകും. മാത്രമല്ല, ദൂരദേശങ്ങളിലേക്കോ വിദേശത്തേക്കോ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. വിദേശത്ത് താമസിക്കുന്നവർക്ക് ജോലിയിൽ ഉയർച്ചയും ആനുകൂല്യങ്ങളും ലഭിക്കും. 12-ാം ഭാവം വ്യയസ്ഥാനമായതിനാൽ ആഡംബര വസ്തുക്കൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടി വലിയ തുക ചിലവാക്കേണ്ടി വരും. ഇത് സാമ്പത്തിക അച്ചടക്കം തെറ്റിക്കാൻ കാരണമാകും. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കാൻ കൂടിയായി പണം ചിലവാക്കുന്നത് വഴി സമാധാനവും സമൂഹത്തിൽ ബഹുമാനവും ലഭിക്കും. പ്രസ്തുത സമയത്ത് സ്ത്രീ സൗഹൃദങ്ങൾ ചിലപ്പോൾ അപവാദങ്ങൾക്കോ അല്ലെങ്കിൽ അനാവശ്യ ചിലവുകൾക്കോ കാരണമായേക്കാം. മാത്രമല്ല, സുഖസൗകര്യങ്ങളിൽ മുഴുകുന്നത് കാരണം ജോലിയിൽ അല്പം മടി അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഇത് ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ തടസ്സമുണ്ടാക്കിയേക്കാം. എന്നാൽ 12-ാം ഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ മാർച്ച് 2-ാം തീയതി രാശി മാറി ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഇതും ഇവർക്ക് ഗുണപ്രദമാണ്. ഇത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം കുംഭമാസത്തിൽ അവസരമുണ്ടാകും. പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചൊത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം കുംഭമാസത്തിൽ സാധിക്കുന്നതാണ്.
വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി, ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും. തനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ പുതിയ വീട് പണിയുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും കാരണമാകും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ മാർച്ച് മാസത്തിൽ ലഭിക്കും. ഇവരുടെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കും. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും ഒരുപക്ഷെ അപ്രതീക്ഷിതമായി നിധിദർശനം വരെ സാധ്യമായേക്കും. ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവ് ഉണ്ടാകുകയും കൃഷി, ഫാമിംഗ്, വസ്ത്രം, ആഭരണങ്ങൾ, സുഗന്ധവസ്തുക്കളുടെ വ്യാപാരം മുതലായവ ചെയ്യുന്നവർക്ക് നല്ല വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിൽ കുംഭക്കൂറുകാർക്ക് ബുധൻ ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ കുംഭക്കൂറുകാർക്ക് ചിന്താശക്തിയും സംസാര ധൈര്യവും വർദ്ധിക്കുന്നതായി തോന്നും. ഞാൻ പറയുന്നത് ശരിയാണ് എന്ന ആത്മവിശ്വാസത്തോടെ സംസാരിക്കും. അതേസമയം ഈ ആത്മവിശ്വാസം അമിതമായാൽ പ്രശ്നങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. ചിന്തിക്കാതെ സംസാരിക്കുക, മറ്റുള്ളവരുടെ വികാരങ്ങൾ കണക്കിലെടുക്കാതെ സത്യം തുറന്നു പറയുക, പരിഹാസത്തോടെ സംസാരിക്കുക തുടങ്ങിയവ കുംഭമാസത്തിൽ ബന്ധങ്ങളിൽ വിള്ളൽ സൃഷ്ടിച്ചേക്കാം. മീറ്റിംഗുകൾ, പ്രസന്റേഷനുകൾ, ഫോണിലൂടെ സംസാരങ്ങൾ, ഇമെയിലുകൾ, രേഖകൾ എന്നിവയിൽ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകും. എഴുതൽ, അക്കൗണ്ടിംഗ്, ട്രെയിനിങ്, പഠനം, മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലം സജീവമായിരിക്കും. എന്നാൽ അതോടൊപ്പം ഡോക്യുമെന്റുകളിലെ ചെറിയ പിഴവുകൾ, തെറ്റായ ആശയവിനിമയം, വാക്കുകളുടെ തെറ്റായ വ്യാഖ്യാനം എന്നിവ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനാൽ എല്ലാം 2 തവണ പരിശോധിക്കുന്ന ശീലം കുംഭമാസത്തിൽ അനിവാര്യമാണ്. നിലവിലെ 12ാം ഭാവത്തിലെ ചൊവ്വ കാരണം സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം. സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ അനുഭവിക്കും. എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ വിദേശയാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്കോ ഈ സമയം ഗുണകരമാണ്. തടസ്സങ്ങൾ നീങ്ങി ദൂരയാത്രകൾ സഫലമാകും. ഐഹിക സുഖങ്ങളെക്കാൾ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം തോന്നുന്നവർക്ക് ഈ സമയം പ്രാർത്ഥനകൾക്കും ഏകാന്തമായ ചിന്തകൾക്കും ഉപയോഗിക്കാം. റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ തീരുമാനങ്ങൾ ഈ സമയത്തുണ്ടാകും. ചൊവ്വയുടെ സ്ഥിതി ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. വിൽക്കാൻ വെച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് പെട്ടെന്ന് തീരുമാനമുണ്ടാകും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതീവ ജാഗ്രത പാലിക്കണം. ചെറിയ പരിക്കുകൾക്ക് സാധ്യതയുള്ള സമയമാണ്. ദേഷ്യം പെട്ടെന്ന് വർദ്ധിക്കാനും അത് കുടുംബത്തിലോ ജോലി സ്ഥലത്തോ തർക്കങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നതും ഉത്തമമാണ്. കുംഭക്കൂറുകാർക്ക് ഫെബ്രുവരി 23-ാം തീയതിക്ക് ശേഷം ചൊവ്വ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഇതിവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് കയ്യിനോ കാലിനോ ക്ഷതം സംഭവിക്കുകയും അത് നിമിത്തം നീരുണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ്. 23-ാം തീയതിക്ക് ശേഷം കുംഭക്കൂറുകാർക്ക് ആത്മവിശ്വാസവും ധൈര്യവും സാധാരണയേക്കാൾ കൂടുതലായി അനുഭവപ്പെടും. ഞാൻ ഇത് ചെയ്യണമെന്ന ഉറച്ച തീരുമാന ശക്തി വർദ്ധിക്കും. പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാനും നേരത്തെ മാറ്റിവെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാനും ശക്തമായ പ്രേരണ ഉണ്ടാകും. പലരും ഈ സമയത്ത് കൂടുതൽ ആക്റ്റീവായും സജീവമായും കാണപ്പെടും. ബുധൻ കൂടി അനുകൂലമല്ലാത്തതിനാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, എതിർവാദങ്ങളെ സഹിക്കാതെ പ്രതികരിക്കുക, സ്വന്തം അഭിപ്രായം ശക്തമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ പ്രവണതകൾ ഉണ്ടാകാം. ഇത് വീട്ടിലും ജോലി സ്ഥലത്തും വഴക്കുകൾക്ക് കാരണമാകാം. ഷെയർ മാർക്കറ്റ് സംബന്ധിയായി ആവേശത്തിൽ വാങ്ങലുകൾ നടത്തുക, നിക്ഷേപങ്ങളിൽ അതിവേഗം ചാടുക തുടങ്ങിയ പ്രവണതകൾ കുംഭമാസത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ചൊവ്വയുടെ സ്വഭാവം ധൈര്യമാണ്. എന്നാൽ ധനകാര്യ വിഷയങ്ങളിൽ വിവേകത്തോടെ ഉപയോഗിച്ചില്ല എങ്കിൽ അപകടങ്ങൾക്ക് കാരണമായേക്കാം. ഇവർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും സൂക്ഷിച്ചു വെക്കേണ്ടതും ധനനേട്ടത്തിനായി പ്രാർത്ഥിക്കേണ്ട ദേവതകൾ അടങ്ങിയതുമായ ജാതകത്തിന്റെ PDF ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്.